മലീഗ പാർട്ട് 7. രചന റാണിയ മഞ്ചേരി. അവതരണം സിദ്ദീഖ് ഓമശ്ശേരി. വിളി കേട്ടു തിരിഞ്ഞു നോക്കിയ ഞാൻ കണ്ടത് കവാടത്തിൻ്റെ മുന്നിൽ നിന്ന് എന്നെ നോക്കി നിൽക്കുന്ന എൻ്റെ പെണ്ണിനെയാണ്. എൻ്റേതാകുമോ എന്നറിയില്ല, എന്നാലും അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. എന്തിനാണ് അവൾ വിളിച്ചതെന്ന് ചോദിക്കാൻ നിന്നപ്പോഴേക്ക് അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ഓടി വരാം, അപ്പോൾ ഒന്നുകൂടെ ഇതുപോലെ പ്രപ്പോസ് ചെയ്യും. എന്തോന്ന്? ഞാൻ ഒന്നുകൂടെ കറങ്ങി വരാം, അപ്പോൾ നീ ഒന്നുകൂടെ പൂ താന്ന്. മറ്റേത് ഞാൻ ബോധം കെട്ട് കുളമാക്കിയില്ലേ, ഒന്നുകൂടെ അതാ, അപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. കേട്ടതിൻ്റെ കിക്ക് മാറിയ ചെപ്പു ഇതും വിളിച്ചു പറഞ്ഞ് മലീഗ എടുത്ത് വട്ടം കറക്കി. അടിവയറ്റിൽ മഞ്ഞ് വീഴാന്ന് അന്ന് നസ്രീ പറഞ്ഞില്ലേ? അടിവയറ്റിൽ മഞ്ഞ് കെട്ട വീഴാന്ന് പറഞ്ഞ ഇതാണ് മക്കളെ. എടാ എൻ്റെ കൊച്ച്, മതി ചക്ക, താഴെ ഇറക്കടാ എൻ്റെ കൊച്ചിനെ, ഇവനും അതിനെ കൊല്ലുമല്ലോ. ഉടനെ അബ്ബ, എടാ കുരുത്തം വിട്ടവനെ ഇറക്കടാ അവളെ താഴെ. അവസാനം അവൻ അവളെ താഴെ നിർത്തി. പതിയെ അവൻ അവളെ മുഖത്ത് നോക്കി. തല കറങ്ങി അടുന്ന അവൾ അച്ഛൻ പിടിച്ചു വെച്ചിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞൊന്നും തെറ്റിയില്ലല്ലോ. ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്യാൻ തന്നെയല്ലേ അച്ഛൻ ഞാൻ പറഞ്ഞ് തെറ്റിയതാണോ? സന്തോഷം കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്യാം. നീ ഒന്നുകൂടെ വാ. എടാ മോനെ, ശരിക്ക് വീഡിയോ എടുക്കണേ. നേരത്തെ പോലെ തന്നെ നിനക്ക് ഞാൻ എക്സ്ട്രാ പൈസ തരാം. കുളമാക്കല്ലേ പ്ലീസ്. ഇനി ഇങ്ങോട്ട് അവസരം കിട്ടാത്തതുകൊണ്ട്. ഓക്കെ ചേട്ടാ, സെറ്റ്. വീഡിയോ എടുക്കാൻ വേണ്ടി ചെപ്പു ഡൽഹിയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു പയ്യനായിരുന്നത്. അങ്ങനെ ആ പ്രപ്പോസ് സീൻ ഒരു തവണ കൂടെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കവാടവും കടന്നവൾ ഓടി മഹാത്ഭുതത്തിൻ്റെ മുന്നിൽ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ചുവന്ന റോസാപ്പൂക്കളുമായി വെള്ള കുപ്പായമണിഞ്ഞ ഒരു രാജകുമാരൻ തന്നെ ലക്ഷ്യം വെച്ച് വരുന്നത് അവൾ കണ്ടത്. തൻ്റെ കറക്കം പതിയെ നിർത്തിയവൾ അയാളെ നോക്കി നിന്നു. പതിയെ നടന്നെത്തിയ രാജകുമാരൻ തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് തൻ്റെ നേർക്ക് ആ പൂക്കൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട്, വിൽ യു മാരി മീ? അവൻ കൊടുത്ത ആ ചുവന്ന റോസാപ്പൂക്കൾ വാങ്ങിയവൾ ഉറക്കെ പറഞ്ഞു, യെസ്. അങ്ങനെ തൻ്റെ പെണ്ണിനെ ചെപ്പു ഒന്നുകൂടി എടുത്ത് വട്ടം കറക്കി. ഇത്തവണ കണ്ടുവന്ന അച്ഛനും അബ്ബയും താജ്മഹൽ കാണാനെത്തിയവരും അവർക്ക് വേണ്ടി കൈയടിച്ചു. തണുപ്പുള്ള ഒരു ഇളങ്കാറ്റ് അവരെ തലോടിക്കൊണ്ടുപോയി. ചെപ്പു അവളെ പതിയെ താഴെ ഇറക്കി. എല്ലാവരും അവർക്ക് ആശംസകൾ അർപ്പിച്ചു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി. വീഡിയോ എടുത്ത് പയ്യനെ സെറ്റിൽ ചെയ്യാനായി പോകാൻ ഒരുങ്ങിയ ചെപ്പുവിനെ മലീഗ വിളിച്ചു. അതേ, എനിക്ക് കുറച്ചുകൂടി കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസോ? എന്ത് കണ്ടീഷൻസ്? ചെപ്പുവിൻ്റെ മുഖത്തെ സംശയഭാവം കണ്ട് അബ്ബയും അച്ഛനും അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. ഇയാളെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചു എന്നത് ശരി തന്നെ, പക്ഷേ 3 പേരും ഒരുമിച്ച് ചോദിച്ചു പോയി. പക്ഷേ എന്ന് ഞാൻ കല്യാണം കഴിക്കാൻ ഓക്കെ ആണെന്ന് തോന്നിയോ അപ്പോഴേ കല്യാണം കഴിക്കാൻ പറ്റൂ. എനിക്ക് പഠിക്കൊക്കെ വേണ്ടേ? അച്ഛൻ, അത് ശരിയാ മോളെ. അബ്ബ, അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നേ. ഇനി ഉഴപ്പി നടക്കാതെ പക്വമായി കൃത്യനിഷ്ഠതയോടെ ജോലിയൊക്കെ ചെയ്തു പഠിക്കുക. ചെപ്പു, ഉപ്പ. അബ്ബ, എന്തു കുപ്പ? മര്യാദക്ക് നിന്നാ എൻ്റെ മോളെ കെട്ടിച്ചരും, ഇല്ലേല് ഞാൻ വേറെ നല്ല ആൺകുട്ടികൾക്ക് കെട്ടിച്ചു കൊടുക്കും. ചെപ്പു, ഇങ്ങനെന്ത് തന്തയാണ് മനസ്സാ? എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. എൻ്റെ മോനായോണ്ട് പറയല്ല, തീരെ കുശുമ്പില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? അവർ കല്യാണം കഴിച്ചോ? അച്ഛൻ്റെ മകളെ പറ്റി എന്തുകൊണ്ട് പറഞ്ഞില്ല? കാത്തിരിക്കൂ അടുത്ത ഭാഗത്തിനായി.